സംസ്ഥാനത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെടുപ്പിനുള്ള സമയം അവസാനിച്ചു. 75% പോളിംഗാണ് രേഖപ്പെടുത്തിയത്. 80%-ലേറെ പോളിംഗ് രേഖപ്പെടുത്തിയത് കുന്നത്തുനാടാണ് ഏറ്റവും മുന്നിൽ. രണ്ടാം സ്ഥാനത്ത് തൃപ്പൂണിത്തുറയാണ്. ജില്ലകളിൽ എറണാകുളം ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ പോളിംഗ് രേഖപ്പെടുത്തിയത്. വിവരങ്ങളുമായി ഡി ബിനോയാണ് ചേരുന്നത്. ബിനോയ്, ഇപ്പോൾ വോട്ടെടുപ്പിനുള്ള സമയം അവസാനിച്ചിരിക്കുകയാണ്. 75%-ലധികം പോളിംഗ് ആണ് ഇപ്പോൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. 80%-ലേറെ പോളിംഗ് ഉണ്ടാകുമെന്നൊരു പ്രതീക്ഷയൊക്കെ ഉണ്ടായിരുന്നു. എന്തായാലും 75%-ലധികം പോളിംഗ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. വിവരങ്ങൾ എങ്ങനെയാണ്? പോളിംഗ് ശതമാനം അവസാനിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ ക്യൂവിൽ നിൽക്കുന്ന അല്ലെങ്കിൽ വോട്ട് ചെയ്യുന്നതിന് വേണ്ടി കാത്തു നിൽക്കുന്നവർക്ക് ടോക്കൺ നൽകിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാ പോളിംഗ് ബൂത്തുകളുടെയും ഗേറ്റുകൾ പൂട്ടി കഴിഞ്ഞിരിക്കുന്നു. ഇനി ആരൊക്കെയാണോ പോളിംഗ് ബൂത്തുകളിലെ വോട്ട് ചെയ്യുന്നതിന് വേണ്ടി ക്യൂവിൽ കാത്തു നിൽക്കുന്നത് അവർക്ക് വോട്ട് ചെയ്യുന്നതിന് വേണ്ടി ഫസ്റ്റ് പോളിംഗ് ഓഫീസർ അവർക്ക് ടോക്കൺ നൽകിക്കൊണ്ടിരിക്കുകയാണ്. കേരളത്തിൻ്റെ ഒട്ടുമിക്ക ജില്ലകളിലും ഇത്തരത്തിൽ വലിയ നിരകൾ തന്നെ, അതായത് പല സ്ഥലങ്ങളിലും ഈ 6 മണി എന്നുള്ള പോളിംഗ് സമയം പൂർത്തിയായതിനു ശേഷവും വലിയ തരത്തിൽ ആളുകളുടെ ഒരു നിര തന്നെ വോട്ട് ചെയ്യുന്നതിന് വേണ്ടി കാത്തു നിൽക്കുന്ന ഒരു കാഴ്ച കാണാൻ കഴിയുന്നു. കേരളത്തിൽ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിലും കാണാത്ത തരത്തിലുള്ള ഒരു പോളിംഗ്, അതായത് വോട്ടിംഗ് ശതമാനത്തിൻ്റെ വർധന. രാവിലെ 7 മണിക്ക് പോളിംഗ് തുടങ്ങിയപ്പോൾ മുതൽ പോളിംഗ് സമയം അവസാനിക്കുന്ന 6 മണി വരെ ഒരുപോലെ തന്നെ പോളിംഗ് ബൂത്തുകളിലേക്ക്, ഒട്ടുമിക്ക പോളിംഗ് ബൂത്തുകൾ, പ്രത്യേകിച്ചും ഗ്രാമമേഖലകളിലുള്ള പോളിംഗ് ബൂത്തുകളിലേക്ക് സമ്മതിദായകർ ഇടമുറിയാതെ ഒഴുകിയെത്തിയ ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. അത്രയധികം ആളുകൾ ഇത്തവണ തെരഞ്ഞെടുപ്പിനെ വലിയ പ്രതീക്ഷ നൽകിക്കൊണ്ട് വോട്ട് ചെയ്യാൻ വേണ്ടി എത്തി എന്നുള്ളതാണ് ഇതിൽ നിന്നുള്ള സൂചനകൾ നൽകുന്നത്. 5 മണിക്കുള്ള കണക്കനുസരിച്ച് 75.01% പോളിംഗ് ആണ് നടന്നിട്ടുള്ളത്. ഈ പോളിംഗ് ശതമാനത്തിൽ വർധനയുണ്ടാവും. കാരണം ഇനി 1 മണിക്കൂർ സമയത്തെയും അതിനുശേഷം വരികളിൽ കാത്തുനിന്ന ആളുകളുടെ കണക്കുകൾ കൂടി എത്തിയതിന് ശേഷമായിരിക്കും പൂർണ്ണ തോതിലുള്ള ഒരു വോട്ടിംഗ് ശതമാനം നമുക്ക് ലഭ്യമാകുക. 5 മണി വരെയുള്ള കണക്ക് അനുസരിച്ച് 75.01%. അതിൽ ഏറ്റവും കൂടുതൽ വോട്ട് രേഖപ്പെടുത്തിയിരിക്കുന്ന ജില്ലകളിലേക്ക് വരുമ്പോഴേക്കും തെക്കൻ ജില്ലകൾ വരുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടത് തിരുവനന്തപുരം ജില്ലയിലും ഒപ്പം തന്നെ കൊല്ലം, ആലപ്പുഴ ജില്ലകളിലും ഒക്കെ തന്നെ വോട്ട് പോൾ ചെയ്തതിൻ്റെ കാര്യത്തിൽ വലിയ കണക്ക് വന്നിരിക്കുന്നു. 75% മുകളിലേക്ക് എത്തുന്നു. അതിൽ ഏറ്റവും കൂടുതൽ എടുത്തു പറയേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം എറണാകുളം ജില്ലയിലെ 2 മണ്ഡലങ്ങളുടെ കാര്യത്തിലാണ്. തൃപ്പൂണിത്തുറയുടെയും ഒപ്പം തന്നെ കുന്നത്തുനാടിൻ്റെ ഈ 2 സ്ഥലങ്ങളിലും പോളിംഗ് ശതമാനം 85-ന് മുകളിലാണ്. അതായത് എറണാകുളം ജില്ലയിലെ കുന്നത്തുനാട് ഒപ്പം തന്നെ തൃപ്പൂണിത്തുറ, ഈ 2 മണ്ഡലങ്ങളിലെയും പോളിംഗ് ശതമാനം വളരെയധികം കൂടുതലാണ്. അതിന് പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടിയുണ്ട്. 2020 ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഭാഗമായി, അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടികൾ ഉൾപ്പെടുന്ന ഒരു മുന്നണിയുടെ ഭാഗമായി മത്സരിക്കുന്ന ആദ്യ മത്സരമാണ് 2020യുടേത്. അതുകൊണ്ട് തന്നെ കുന്നത്തുനാടിലെ മത്സരം ഏറ്റവും ശ്രദ്ധേയമാണ്. സാധാരണഗതിയിൽ പോളിംഗ് ശതമാനത്തിൽ കാര്യമായ വർധന ഉണ്ടാകാത്ത ജില്ലകളിലൊന്ന് കാസർഗോഡാണ്. അവിടെ കാസർഗോഡ് ജില്ലയിലും 74% പോളിംഗ് നടന്നിരിക്കുന്നു. ഏറ്റവും കൂടുതൽ പോളിംഗിലേക്ക് വരുമ്പോൾ എറണാകുളം ജില്ലയിൽ 77.25, അത് 5 മണി വരെയുള്ള കണക്കാണ്. ഇനി 1 മണിക്കൂർ സമയത്തെ കണക്ക് കൂടി വരാനുണ്ട്. ഒപ്പം ഈ വരികളിൽ കാത്തു നിൽക്കുന്നവരുടെ കണക്ക്, മറ്റ് പോസ്റ്റൽ ബാലറ്റുകൾ, കിടപ്പുരോഗികൾ രേഖപ്പെടുത്തിയ വോട്ടുകൾ, അങ്ങനെ മൊത്തം വോട്ടുകളുടെയും കണക്കുകൾ ഇനി വരാനുണ്ട്. ഏകദേശം 5 മണി വരെയുള്ള പോളിംഗ് ശതമാനം 75 എന്ന് പറയുമ്പോൾ സാധാരണഗതിയിൽ നിന്നും വളരെ വ്യത്യസ്തമായൊരു കണക്കാണ്. റെക്കോർഡ് പോളിംഗ് എന്ന് വേണമെങ്കിൽ നമുക്ക് ഇതിനെ പറയാൻ കഴിയും. വോട്ടർ പട്ടിക പരിഷ്കരണത്തിന് ശേഷം കേരളത്തിൽ നടക്കുന്ന ആദ്യത്തെ തെരഞ്ഞെടുപ്പ് എന്ന പ്രത്യേകത കൂടിയുണ്ട്. ആ തെരഞ്ഞെടുപ്പിൽ വലിയ തരത്തിലുള്ള ജനപിന്തുണ ഈ തെരഞ്ഞെടുപ്പിൽ ലഭിച്ചിരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ ഇത് ഈ ഓരോ വോട്ടിംഗ് ശതമാനത്തിലെ വർധനയും ആർക്കൊക്കെ പിന്തുണയാകും, അല്ലെങ്കിൽ ഏതൊക്കെ മുന്നണിക്ക് പിന്തുണയാകും എന്നുള്ള കാര്യത്തെക്കുറിച്ചും ഒക്കെ വലിയ തരത്തിലുള്ള ചർച്ചകൾ വരും ദിവസങ്ങളിൽ ഉണ്ടാകുമെന്നുള്ളത് ഉറപ്പാണ്. ഒപ്പം 3 മുന്നണികളും, പ്രത്യേകിച്ച് ഇടതുമുന്നണി, ഐക്യജനാധിപത്യ മുന്നണി, ഒപ്പം തന്നെ ദേശീയ ജനാധിപത്യ സഖ്യം, ഈ 3 മുന്നണികളും വലിയ പ്രതീക്ഷയിലാണ് തെരഞ്ഞെടുപ്പിൽ അവർക്ക് കൂടുതൽ സീറ്റുകൾ കിട്ടുമെന്ന്. വിനോയ്, നമുക്ക് തിരികെ എത്താം. പ്രസാദ് എം ജെ നമുക്കൊപ്പം ചേരുന്നുണ്ട്. പ്രസാദ്, ഇപ്പോൾ വോട്ടെടുപ്പിനുള്ള സമയം അവസാനിച്ചിരിക്കുകയാണ്. പത്തനംതിട്ടയിലൊക്കെ ഇപ്പോഴും ബൂത്തുകളിൽ ജനത്തിരക്കുണ്ടോ? എന്തൊക്കെയാണ് വിവരങ്ങൾ? നിലവിലെ ഇപ്പോഴത്തെ ഈ ക്യൂവിൽ നിൽക്കുന്നവർക്ക് മറ്റേ വോട്ട് ചെയ്യാനുള്ള ഉദ്യോഗസ്ഥന്മാർ പ്രത്യേക നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. ഇനിയും ആരും വോട്ട് ചെയ്യാൻ എത്തിക്കഴിഞ്ഞാൽ വോട്ട് ചെയ്യാൻ അനുവദിക്കത്തില്ല. ക്യൂവിൽ നിൽക്കുന്നവർക്ക് മാത്രം വോട്ട് ചെയ്യാനുള്ള അനുമതി
കൊടുത്തിട്ടുണ്ട്. അങ്ങനെ 5 മണ്ഡലങ്ങളിലെ അപൂർവം ചില കേന്ദ്രങ്ങളിൽ മാത്രമാണ് വോട്ട് ചെയ്യാനുള്ളവരുടെ നിര ലഭ്യമാകുന്നത്. പക്ഷെങ്കിൽ അരുണിമ, നമുക്ക് ഇതിനകത്തുള്ള ഒരു ശ്രദ്ധേയമായ ഒരു കാര്യം, കഴിഞ്ഞ 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 69.73 പോളിംഗ് ശതമാനത്തിലായിരുന്നു പത്തനംതിട്ട ജില്ലയിലെ 5 മണ്ഡലങ്ങൾ കൂടിയുള്ള പോളിംഗ് ശതമാനം മൊത്തത്തിൽ കാണുമ്പോൾ. പക്ഷേ അതിനെ മറികടക്കുന്ന തരത്തിലുള്ള ഒരു മികച്ച ട്രെൻഡ് പത്തനംതിട്ടയിൽ രൂപീകരിച്ചിട്ടുണ്ട്. ഇത് നഷ്ടപ്പെട്ടു പോയ UDFന്റെ പ്രതാപം തിരിച്ചു കൊണ്ടുവരാൻ എന്ന് UDFനെ ആശ്വസിക്കാം. അതല്ലെങ്കിൽ LDFന്റെ തുടർഭരണം ആർക്ക് അല്ലെങ്കിൽ NDAക്ക് താമര വിരിക്കുമോ എന്ന് അറിയാനുള്ള മെയ് 4 വരെയാണ് നമ്മൾ കാത്തിരിക്കേണ്ടത്. അപ്പൊ ആ തരത്തിലുള്ള ഒരു ട്രെൻഡ് ഈ പറഞ്ഞ ഈ SIR പരിഷ്കരണത്തിന് ശേഷം പത്തനംതിട്ട ജില്ലയിൽ മികച്ച രീതിയിലുള്ള ഒരു പോളിംഗ് ആണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. പ്രത്യേകിച്ച് ആറന്മുള, അടൂര്, കോന്നി മണ്ഡലങ്ങളിൽ മികച്ച മുന്നേറ്റമാണ്. പ്രത്യേകിച്ച് നമ്മൾ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന വിവരമനുസരിച്ച് 71.68 പോളിംഗ് അടൂരിൽ നടന്നിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് അവിടുത്തെ UDF സ്ഥാനാർത്ഥി CB ശാന്തകുമാറിന് എതിരെയുള്ള ഒരു നോട്ടീസ് വിതരണവും ശാന്തകുമാർ മാധ്യമങ്ങൾക്ക് മുമ്പിൽ പൊട്ടിക്കരയുന്നതും തുടർന്ന് CPIന്റെ ജില്ലാ സെക്രട്ടറി ഉൾപ്പെടെയുള്ളവരെ അറസ്റ്റ് ചെയ്ത പ്രതികളെ പുറത്തിറക്കാനുള്ള നാടകീയ നീക്കങ്ങളൊക്കെ കഴിഞ്ഞ രാത്രിയിൽ നമ്മൾ മാധ്യമങ്ങളിൽ കൂടി സംഭവവികലമായിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ ആരൊക്കെ ഈ അടൂരിൽ ആരൊക്കെ ഏതൊക്കെ തരത്തിൽ ബാധിച്ചിട്ടുണ്ടെന്നൊക്കെ ഉള്ളത് അടിസ്ഥാനത്തിലായിരിക്കും പൊടുന്നനവേ അടൂരിൽ ഒരു കുതിച്ചുകയറ്റം വോട്ടിംഗ് പാറ്റേണിലേക്ക് 71.68 എത്തിയിട്ടുള്ളത്. തൊട്ടടുത്ത് തന്നെ നമ്മൾ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ആറന്മുള മണ്ഡലത്തിലാണ് 69.73% ആറന്മുള മണ്ഡലം, അതായത് പത്തനംതിട്ട ജില്ലയിലെ 5 മണ്ഡലങ്ങളിൽ ഏറ്റവും വിസ്തൃതി കൂടിയ മണ്ഡലം കൂടിയാണ് ആറന്മുള. 2,85,826 പേരെ ഇവരെ ആറന്മുള മണ്ഡലത്തിൽ മാത്രമുണ്ട്. 8,000 കന്നി വോട്ടർമാരുണ്ട്, 4,000 പ്രവാസികളുണ്ട്, 5 ട്രാൻസ്ജെൻഡർമാരുമുണ്ട്. പക്ഷെങ്കിൽ ഇവരെയൊക്കെ ഏകദേശം ഇത്രയും ആൾക്കാരെയൊക്കെ അവരുടെ 80% ആൾക്കാരെ പോളിംഗ് ബൂത്തിലേക്ക് എത്തിക്കാൻ വേണ്ടി ഈ 3 മുന്നണികൾക്കും കഴിഞ്ഞിട്ടുണ്ട്. അത് ആർക്കൊക്കെ അനുകൂലമാകും? പ്രത്യേകിച്ച് കഴിഞ്ഞ 10 വർഷം ഈ മണ്ഡലത്തെ പ്രതിനിധീകരിച്ച വീണ ജോർജിന് അനുകൂലമാകുമോ, അല്ലെങ്കിൽ യൂത്ത് കോൺഗ്രസിന്റെ ദേശീയ ജനറൽ സെക്രട്ടറി അബിൻ വർക്കിക്ക് അനുകൂലമാകുമോ, BJPയുടെ ദേശീയമുഖമായ കുമ്മനം രാജശേഖരന് അനുകൂലമാകുമോ? ഇതെല്ലാം അറിയാൻ വേണ്ടി നമുക്ക് മെയ് 4 വരെ കാത്തിരിക്കാം. പക്ഷേ തൊട്ടടുത്ത മണ്ഡലത്തിൽ ഇപ്പൊ തിരുവല്ലയിലാണ് ഏറ്റവും താഴ്ന്ന നിലയിലുള്ള ഒരു വോട്ടിംഗ് പാറ്റേൺ കാണുന്നത്. അവിടെ മുൻ മന്ത്രിയും MLA അഡ്വക്കേറ്റ് മാത്യു ടി തോമസ്, BJPയുടെ ദേശീയവും പ്രധാനമന്ത്രി കഴിഞ്ഞ ദിവസങ്ങളിൽ ഇവിടെ പ്രചരണത്തിനെത്തിയപ്പോൾ അനൂപ് ആന്റണിയെ വേദിയിൽ വിളിച്ച് ആശ്ലേഷിക്കുന്നൊക്കെ നമ്മൾ മാധ്യമങ്ങൾ കൂടി കണ്ടതാണ്. തൊട്ടപ്പുറത്ത് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന്റെ അഡ്വക്കേറ്റ് വർഗീസ് മാമനും. അങ്ങനെ അവിടെ ഇപ്പം തിരുവല്ലയിൽ മാത്രമാണ് ഇച്ചിരി അല്പം താഴ്ന്നു നിൽക്കുന്നത്. റാന്നിയിലും നല്ല കടുത്ത മത്സരത്തിലാണ്. അങ്ങനെ ഈ 5 മണ്ഡലങ്ങളിൽ നിന്നും ലഭിക്കുന്ന വിവരമനുസരിച്ച് മികച്ച രീതിയിലുള്ള ഒരു പോളിംഗ് ആണ്. അത് 3 മുന്നണികൾക്കും എങ്ങനെ അനുകൂലമാകുമെന്നുള്ളത് മെയ് 4 വരെ നമുക്ക് കാത്തിരിക്കാം. അരുണിമ. ശരി, വ്യക്തമാണ്. എന്തായാലും സംസ്ഥാനത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെടുപ്പിനുള്ള സമയം അവസാനിച്ചിരിക്കുകയാണ്. 75% പോളിംഗ് ആണ് ഇപ്പോൾ രേഖപ്പെടുത്തിയിരുന്നത്. 80% ഏറെ പോളിംഗ് രേഖപ്പെടുത്തിയിരിക്കുന്നത് കുന്നത്തുനാടാണ് ഏറ്റവും മുന്നിലായിട്ടുള്ളത്. എന്തായാലും 2ാം സ്ഥാനത്ത് തൃപ്പൂണിത്തുറയാണ്. ജില്ലകളിലെ കണക്കുകൾ വെച്ച് നോക്കുകയാണെങ്കിൽ എറണാകുളം ജില്ലയിൽ തന്നെയാണ് ഏറ്റവും കൂടുതൽ പോളിംഗ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. എന്തായാലും മുന്നണികളും സ്ഥാനാർത്ഥികളും ഒക്കെ വലിയ പ്രതീക്ഷയിൽ തന്നെയാണ് ഉള്ളത്. പോളിംഗ് ബൂത്തുകളും ഒക്കെ വോട്ടിംഗ് അവസാനിച്ചിരിക്കുകയാണ്. 75% പോളിംഗ് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. കൂടുതൽ വിവരങ്ങൾ നൽകിയത് പ്രസാദ് MJയും D ബിനോയുമാണ്.